ഹലോ, മഷിത്തൻ്റെ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു കാച്ചിലിൻ്റെ വിശേഷമായിട്ടായിട്ട് വരുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ കുറഞ്ഞ സ്ഥലത്ത്, അതായത് തറവാട്ടിലുണ്ടായ ഒരു കാച്ചിലാണ്. മമ്മി നട്ടു വെച്ചതാണ്. അപ്പോൾ അവിടെ കുറഞ്ഞ സ്ഥലത്ത്, ഒരുപാട് സ്ഥലമൊന്നുമില്ല, ഇത്തിരി സ്ഥലമേ ഉള്ളൂ. അവിടെ ഇതുപോലെ നമുക്ക് നല്ലൊരു വിളവ് ഉണ്ടാക്കാൻ പറ്റുകയും അത് നമ്മൾ പറിച്ച് കഴിക്കാമെന്ന് പറഞ്ഞൊരു സന്തോഷമുള്ള കാര്യമല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല മുഴുത്ത കാച്ചിലായിരുന്നു കേട്ടോ കിട്ടിയത്. അപ്പം അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാച്ചിലൊക്കെ തടുമ്പോഴത്തേക്കും നന്നായിട്ട് വള്ളി ഒരുപാട് പടർന്ന് കയറൊക്കെ ചെയ്യും. പക്ഷേ ഇന്ന് നല്ല ഇതുപോലെ ഒരു വലിയൊരു പീസ് തന്നെ മമ്മിക്കും അവിടെ കിട്ടിയിട്ട്, അപ്പോൾ ഒരു പീസ് മമ്മി ഞങ്ങൾക്ക് കൊണ്ടു തന്നതാണ്. പക്ഷെ നല്ല കാച്ചിലായിരുന്നു കേട്ടോ, നല്ല ചുമന്നൊന്നും പോകാത്ത നല്ല വെള്ള കാച്ചിലായിരുന്നു. പെട്ടെന്ന് വേഗം ഒരു കാച്ചിലും കൂടിയായിരുന്നു കേട്ടോ അത്. പക്ഷേ ഇത് മുറിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് നാളായി ഞങ്ങൾക്ക് കാച്ചിൽ കഴിച്ചിട്ട് തന്നെ. പിന്നെ പറഞ്ഞു വീട്ടിൽ ചെല്ലുമ്പോഴാണ് കാച്ചിലൊക്കെ തിന്നുക, കാച്ചിൽ ചേമ്പൊക്കെ തിന്നുക. ഇവിടെ കടയിലൊക്കെ ഭയങ്കര റേറ്റാണ് വരുന്നത്. അപ്പോൾ വീട്ടിലൊക്കെ ചെല്ലുമ്പോഴായിരിക്കും ഇത് പറിച്ച് കഴിക്കുക. അവിടെ നിന്ന് പറഞ്ഞാൽ മണ്ണുള്ളതുകൊണ്ട് ഒരുപാട് താഴത്തേക്ക് ഇങ്ങനെ നീണ്ടങ്ങ് പോകും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ കമ്പി കൊണ്ട് കുത്തി പറിക്കുകയാണ് എടുക്കുന്നത്. പക്ഷേ അധികം താഴത്തേക്ക് പോകാനായിട്ട് അധികം സ്ഥലം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഉള്ള സ്ഥലത്ത് അത് ഉരുണ്ട് വന്നതാട്ടോ. പക്ഷെ നല്ല കാച്ചിലായിരുന്നു, നല്ല വെള്ള കാച്ചിലും കൂടിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഓർത്ത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഇത് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് കഴിക്കുകയും ചെയ്തോളും. അതിന് കുറേ നാളായാലും കിട്ടിയിട്ട്, അപ്പോൾ അത് കഴിക്കുകയും ചെയ്തോളും, അവർക്ക് വയറ് നിറയാനുള്ള ഭക്ഷണമായി. അപ്പോൾ എന്ന് കരുതി പെട്ടെന്ന് തന്നെ അത് എടുക്കാനായിട്ട്. പിന്നെ അധികം നേരം നമുക്കത് വെക്കേണ്ടി വന്നില്ല. വെള്ളം കണ്ടപ്പോൾ തന്നെ വേഗമെന്ന് പറയുന്ന രീതിയിലായിരുന്നു. പെട്ടെന്ന് തന്നെ അത് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ വേഗം ചെയ്തു കേട്ടോ. കാച്ചിൽ നമ്മൾ കഴുകി വൃത്തിയാക്കിയും ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയെടുത്ത് നമുക്കത് വേവിക്കാൻ വയ്ക്കാം. നല്ല വെള്ളക്കാച്ചിലാണ് കേട്ടോ. കാച്ചിലെടുക്കുമ്പോൾ അതിൻ്റെ മൂടും കൂടെ എടുത്ത് മാറ്റി വെച്ചേക്കാൻ മമ്മി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അടുത്ത കൊല്ലത്തേക്ക് നട്ടു വെക്കാനായിട്ട്. പക്ഷെ കാച്ചിൽ കിട്ടിയ ആക്രാന്തത്തിൽ ഞാൻ ആ കാര്യം വിട്ടുപോയി. പണ്ട് സാധാരണ ചെത്തുന്ന പോലെ തന്നെ ചെത്തിയെടുത്തു. അപ്പോൾ കുറച്ച് ഇത് കിട്ടുള്ളൂ. ഇത് പിടിക്കുമല്ലോ എന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും ഒന്ന് ഇവിടെ തന്നെ ഒന്ന് നട്ടു വെച്ചാൽ നോക്കാമെന്ന് കരുതി. പിടിക്കുവാണെങ്കിൽ ചിലപ്പോൾ ഇത് പിടിച്ച് കിട്ടുമായിരിക്കാം. അങ്ങനെ കാച്ചിൽ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഓർത്തു നല്ല കാന്താരിമുളക് ചമ്മന്തി അരയ്ക്കാമെന്ന് കരുതി. അതിന് വേണ്ടി ഞാൻ ബാൽക്കണിയിൽ കുറച്ച് ഒരു കാന്താരി ചെടി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോയിട്ട് അധികം ഒന്നുമില്ല, ചെറിയൊരു ഇതാണ്. അപ്പോൾ അവിടെ പോയി കുറച്ച് ഒരു ചുവട് പച്ചമുളകുണ്ട്, പിന്നെ 2 വഴുതനങ്ങയുടെ തൈയുണ്ട്. അങ്ങനെ കുറച്ച് സാധനമായിട്ട് വെച്ചിട്ടുള്ളൂ. ഇപ്പം ഈ പ്രാവശ്യം മുളക് നന്നായിട്ട് പൂവിട്ടിട്ടുണ്ട്. പിന്നെ കാന്താരിമുളക് നോക്കിയപ്പോഴത്തേക്കും കാന്താരിമുളക് അങ്ങനെ ഒരുപാടൊന്നും ഇല്ല. അത് ഉണ്ടായി വന്നതെന്ന് വെച്ചാൽ കിളി കൊത്തിക്കൊണ്ട് പോകുന്നുമുണ്ട്. ഇപ്പം ഒരു ഇത്തിരിയാണ് കിട്ടിയുള്ളൂ. നമ്മൾ കാന്താരിമുളകും വെച്ചിട്ട് നന്നായിട്ട് അരച്ച് കാച്ചിൽ തിന്നാമെന്ന് കരുതിയിട്ടാണ് എടുക്കാൻ വേണ്ടി പോയത്. വെയിലിൻ്റെ ചൂട് ഭയങ്കരമായതുകൊണ്ട് രാവിലെയും വൈകിട്ടും നന്നായിട്ട് വെള്ളം ഒഴിച്ചും പെട്ടെന്ന് വാടിപ്പോവും കേട്ടോ. കൂടുതലും ചട്ടിക്കകത്തും കൂടി ആയത് കാരണം പെട്ടെന്ന് ചെടിയെല്ലാം വാടിപ്പോവാണ്. അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ അധികം കാന്താരിമുളക് പൂവിട്ടായിരുന്നു, പക്ഷേ കുറേയൊക്കെ പൊഴിഞ്ഞു ഇറക്കിപ്പോയി.
എങ്കിലും കാന്താരിയുടെ ഒരു ടേസ്റ്റ് പച്ചമുളകിന് കിട്ടത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് കിട്ടിയ കാന്താരി മുളക് ഇത്രയേ ഉള്ളൂ. ഈ കാന്താരിയും പിന്നെ ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് പച്ചമുളകും കൂടെ ചേർക്കാമെന്ന് കരുതി. കാരണം കാച്ചിലിന് എപ്പോഴും പച്ചമുളകും കാന്താരിയും നല്ല പച്ചമുളക് ചമ്മന്തിയാണ് ഏറ്റവും നല്ലത്. അപ്പം അങ്ങനെ നമ്മൾ പച്ചമുളക് ചമ്മന്തി അരച്ചു. നല്ല വെള്ളക്കാച്ചിലായിരുന്നു, പെട്ടെന്ന് വേവുന്ന കാച്ചിലായിരുന്നു കേട്ടോ. അധികം നേരം വെക്കേണ്ടി വന്നില്ല, പെട്ടെന്ന് വെന്ത് കിട്ടി. കിട്ടാതെ ഒരുപാട് നാളായി കഴിച്ചിട്ട്. ഇപ്പോൾ പെട്ടെന്ന് കിട്ടിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ഈ കാച്ചിൽ എന്ന് പറഞ്ഞാൽ 2 ദിവസം ഉപയോഗിക്കും. കാരണം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും കിട്ടാതെ പെട്ടെന്ന് ഒരുപാട് നാളായിട്ട് കഴിച്ചിട്ട് ഇപ്പം പെട്ടെന്ന് കിട്ടിയപ്പം എല്ലാവരും നന്നായിട്ട് കഴിക്കുകയും ചെയ്തു കേട്ടോ. Very unfortunate. Some are better say. This is the next game. Touch a bike up there. This was a very unnecessary